ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 292. നമ്മൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതോര ഉപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 1 8 മുതൽ 11 വരെയുള്ള മന്ത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത് ആത്മീയവുമായിട്ട് ആത്മാവ്, പരമാത്മാവ്, ജീവാത്മാവ്, ബ്രഹ്മം ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 8 എന്താണ് പറയുന്നത് നോക്കാം. വിനാശ സ്വഭാവമുള്ള ജഡവർഗം. ജഡം എന്ന് പറയുന്നത് ജീവനില്ലാത്ത വസ്തുക്കൾ, ജഡവസ്തുക്കൾ. പ്രപഞ്ചത്തിലുള്ള കല്ലും മണ്ണും, ഈ പ്രപഞ്ചം തന്നെ ഭൂരിഭാഗവും ജഡവസ്തുക്കളാണ്. അത് ഭഗവാന്റെ അപരാപ്രകൃതി എന്നും, ഈ പ്രപഞ്ചത്തെ ബ്രഹ്മമടക്കമുള്ള എല്ലാത്തിനെയും 2 സയൻസായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പരാസയൻസും അപരാസയൻസും. അപരാസയൻസ് ഈ ജഡവസ്തുക്കളുടെയും ജീവനുള്ള അതിൻ്റെ ജീവനും എല്ലായിട്ട്, ഈ പ്രപഞ്ചമായിട്ട്, അതാണ് അപരാസയൻസ്. അപ്പം ജഡവസ്തുക്കളുണ്ട് പ്രപഞ്ചത്തിൽ. അത് നമ്മൾ ജഡവസ്തുക്കളെ കൊണ്ട് തന്നെയാണ് ആദ്യം എന്താണ് അന്നമയ കോശം, പ്രാണമയ കോശം, ഇതെല്ലാം ജഡവസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അതെല്ലാം നാശ സ്വഭാവമുള്ളതും കൂടിയാണ്. അതെല്ലാം നശിക്കും, അല്ലെങ്കിൽ നാളെ എല്ലാം നശിക്കും. പ്രപഞ്ചം ഒന്നടക്കം നശിക്കുമല്ലോ. അത് അപരാപ്രകൃതി എന്നും ജീവസമൂഹം അക്ഷരനാമങ്ങളാൽ വിളിക്കുകയും ചെയ്യുന്നു. ജീവസമൂഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെയാണ് ജീവൻ എന്ന പ്രതിഭാസം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം അന്നമയ ശരീരമെല്ലാം നിർമ്മിച്ചിട്ട് നാഡികളെല്ലാം വെച്ചിട്ട് അതിൻ്റെ അകത്താണ് ജീവൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അത് ജീവനുള്ള ജീവജാലങ്ങളായിട്ട് മാറും. അത് അക്ഷരനാമങ്ങളിൽ ഓരോ പേരെല്ലാം വെച്ചുകൊണ്ട് അവയെ പല രൂപത്തിൽ വിളിക്കപ്പെടുന്നു. ഇവ കൊണ്ടാണ് ജീവനില്ലാത്ത വസ്തുക്കളും പിന്നെ ജീവനുമായി കൂടിച്ചേർന്നിട്ടുള്ള അത് കൂടുമ്പോഴാണ്, ഇതെല്ലാം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇവയിൽ നിന്നുമുണ്ടായ സ്ഥൂല വസ്തുക്കളും സൂക്ഷ്മവുമായ രൂപത്തിലുള്ള ഈ ജഗത്ത്, ആ പ്രപഞ്ചം ഇങ്ങനെ സ്ഥൂലവും സൂക്ഷ്മവുമായ പല വസ്തുക്കളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ജഗത്തിനെ ആ പരബ്രഹ്മ പരമേശ്വരൻ തന്നെ പരിപാലിക്കുന്നു. അതിനെ പരിപാലിക്കുന്ന ശക്തിവിശേഷമാണ് പരമാത്മാവ് അല്ലെങ്കിൽ പരമേശ്വരൻ എന്ന് പറയുന്ന ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച ആദ്യത്തെ ശക്തി. അതിന് ഈശ്വരൻ എന്ന് പറയാം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണമാണ്, അതിന് സ്വഭാവമൊന്നുമില്ല. പക്ഷേ അത് തന്നെ ഒരു പ്രപഞ്ചമായി മാറിയിട്ടുണ്ട്. മാറുമ്പോൾ അതിൻ്റെ സ്വഭാവം വരുന്നത് കൊണ്ടാണ് ആ സമയത്തിലുള്ള ബ്രഹ്മത്തെ നമ്മൾ പരമേശ്വരനായിട്ടാണ് കാണുന്നത്. കാരണം അതിനൊരു സ്വഭാവമുണ്ട്, പ്രപഞ്ചമായി മാറണമെന്ന്. അപ്പോൾ ആ പരമേശ്വരനാണ് ഇതിനെ പരിപാലിക്കുകയും പ്രേരിപ്പിക്കുകയും. എന്ത് കർമ്മം ചെയ്യാൻ, എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കുന്നത്? ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെയെല്ലാം പ്രേരിപ്പിക്കും. ഉദാഹരണം, ഇലക്ട്രോണിനെ അടക്കം പ്രേരിപ്പിക്കും. പോയിട്ട് ന്യൂക്ലിയസുമായിട്ട് കൂടിച്ചേർന്നിട്ട് ആറ്റങ്ങളായി മാറുക. ആറ്റങ്ങളെ പ്രേരിപ്പിക്കും, അതിനെ കൂടിച്ചേർന്നിട്ട് തന്മാത്രകളാവുക. അങ്ങനെ തന്മാത്രകൾ കൂടിച്ചേർന്ന് ഈ പ്രപഞ്ചമെല്ലാമായി മാറുക. അപ്പോൾ അവയെ പ്രേരിപ്പിക്കുകയും ചലിപ്പിക്കുകയും, നമ്മളിപ്പോൾ ഇവിടെ കിടന്ന് ചലിപ്പിക്കുന്ന എല്ലാം അതിൻ്റെ നമ്മളെ നാഡികളിലൂടെ അതാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. നിയന്ത്രിക്കുകയും, നമ്മുടെ എല്ലാ പ്രവർത്തികളെയും അത് നിയന്ത്രിക്കുന്നുണ്ട്. കാരണം അതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും. അത് നിശ്ചയിക്കുന്ന പോലെ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. ചെയ്യുന്നു. ജീവാത്മാവ്, അങ്ങനെയുള്ള ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കുന്ന ആ പ്ലാൻ, ഒരു പ്ലാൻ അനുസരിച്ചാണ് നമ്മളെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഒരു പ്ലാനുണ്ട്, ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്ലാനിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ആ ജീവാത്മാവ് ജഗത്തിൻ്റെ വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അത്
ജഗത്തിലെ വിഷയങ്ങളുമായിട്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിൽ ഉപയോഗിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ വീടുണ്ടാക്കും, പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ എടുത്തിട്ട് വീടുണ്ടാക്കും, ഭക്ഷണം ഉണ്ടാക്കും, ഭക്ഷണം കഴിക്കും, പുതിയ പുതിയ റോഡുകൾ വെട്ടും. ഇതെല്ലാം പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കാരണം പ്രകൃതിയുടെ മോഹവലയത്തിൽപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്നു. ഇതെല്ലാം പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രകൃതിയുടെ പുരോഗതിക്ക് വേണ്ടിയാണ്. ഒരു പ്രകൃതി ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയാണ് നമ്മളിൽ ഇങ്ങനെ ഞാനെന്നൊരു ചിന്ത, അതാണ് ജീവാത്മാവ്, ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ സത്യം അറിയുന്നില്ല. നമ്മളെ ഉള്ളിൽ കിടന്നിട്ട് ഈ ശക്തിയാണ്, അതിനെന്തോ ഒരു ലക്ഷ്യമുണ്ട്, അതിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കാതെ നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന ചിന്ത വെച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നതിനാണ് മോഹത്തിൽ അകപ്പെടുക എന്ന് പറയുന്നത്. മോഹത്തിൽ അകപ്പെടുമ്പോഴാണ് നമുക്ക് സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ ആ ശക്തിവിശേഷം നമ്മളെ കൊണ്ടായിരിക്കില്ല ചെയ്യിപ്പിക്കുന്നത്. പകുതി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും, ബാക്കി പകുതി വേറൊരാൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. അപ്പം നമ്മൾ പാടുപെട്ട് ചെയ്യുമ്പോഴേക്ക് ആ സ്ഥലത്തുമ്പോൾ പിന്നെ നമ്മളങ്ങ് മാറിപ്പോകും, പിന്നെ വേർത്തം വന്നായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ശക്തിവിശേഷം നിശ്ചയിച്ചിട്ടുണ്ട് ആര് എപ്പോഴും എന്ത് ചെയ്യണം എന്നല്ല. അപ്പം അതിന് പൂർണ്ണ ഫലം കിട്ടണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നേരം എന്തുണ്ടാവും? സങ്കടം, വിഷമം, ദേഷ്യം, കോപം ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ മോഹവലയത്തിൽ അകപ്പെട്ട് കിടക്കുന്നു. അതിൻ്റെ മോഹവലയത്തിൽ പെട്ട് കിടക്കുന്നു. അതുവഴി നമുക്ക് എന്ത് പറ്റുന്നില്ല? പരമാത്മാവിൻ്റെ നേരെ മുഖമുയർത്താൻ കഴിയുന്നില്ല. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിൽ ഉണ്ടായിരുന്ന ആ ശക്തിവിശേഷമാണ് ഈ പ്രപഞ്ചമായി മാറിയതും നമ്മളെ കൊണ്ടെല്ലാം ഈ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കി അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുവാൻ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ മോഹവലയത്തിൽ അകപ്പെട്ടിട്ട് പ്രപഞ്ചത്തിലുള്ള ഭൗതിക വസ്തുക്കളുടെ പിന്നാലെ പോവുകയാണ്. ഇനി ആ ജീവാത്മാവിൻ്റെ കൃപ ലഭിക്കുന്നുവോ എന്നാൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. എപ്പോൾ? ആ ജീവാത്മാവ് തന്നെ നമ്മിൽ കൃപ ചൊരിയുമ്പോൾ. നീ പുറത്തെ വസ്തുക്കളുടെ പിന്നാലെ ഒന്നും ഓടി നടക്കണ്ട, ഇനി നീ നിന്നിൽ തന്നെ നോക്കുക എന്ന് ഉള്ള കൃപ, അതിൽ നിന്നാണ് നമുക്ക് ആ കൃപ ലഭിക്കുന്നത്. നീ കുറേ അധ്വാനിച്ച് ഇനിയിപ്പോൾ നീ ഇതിൻ്റെ പിന്നാലെ ഒന്നും ഓടി നടക്കണ്ട, ഭൗതിക ലോകത്തിൻ്റെ പുരോഗതിക്ക് അതിന് വേണ്ടിയിട്ടൊന്നും നീ ഒന്നും ചെയ്യണ്ട, നീ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് തന്നെ നോക്കുക. അപ്പോഴാണ് കൃപ ലഭിക്കുമ്പോൾ അത് തന്നെ തീരുമാനിച്ചവർക്കേ അത് പറ്റുള്ളൂ, അല്ലാതെ നമുക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് ആത്മീയമൊന്നും നമുക്ക് പറ്റിയതല്ല. ആത്മീയമെന്ന് പറയുന്നതിൽ തന്നെ അർത്ഥമില്ല. ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയിലേക്ക് നമ്മൾ തിരിയുകയാണ്. അതിനൊന്നും നമുക്ക് പറ്റില്ല. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന മോഹവലയത്തിൽ അകപ്പെട്ടുകൊണ്ട് പുറത്തുള്ള കർമ്മങ്ങൾ ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മൾ ഭൗതികവാദികളാണ്. നമ്മൾ ആത്മീയം പറയാനൊന്നും നമുക്ക് അർഹതയില്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് വിചാരിച്ചവർ മാത്രം അവരെ ജോലി തീരുന്നവരെ തിരിച്ചങ്ങോട്ടേക്ക് കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. കൃപ ലഭിക്കുന്നവോ അവൻ മഹാപുരുഷന്മാരുടെ ബന്ധം ലഭിച്ചിട്ട് അപ്പോഴവർക്ക് വിരക്തി വരും. വിരക്തി വരുമ്പോൾ അവർക്ക് പിന്നെ ഈ ലോകത്തിലെ താല്പര്യങ്ങൾ ഉണ്ടാവുക. അപ്പോഴാണ് മഹാന്മാരായ ചില മനുഷ്യരെ ലഭിക്കും, നല്ല ജ്ഞാനമുള്ളവർ. അവർ പറഞ്ഞു തരും ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ്, ഇതെല്ലാം നീ കളയണം, ഈ വീട് ബന്ധുക്കളെ എല്ലാത്തിനെയും കളഞ്ഞിട്ട് നീ ഈ വഴിയിലൂടെ പോകൂ എന്ന് അപ്പോൾ വല്ലവരും മഹാത്മാക്കൾ നമ്മളെടുത്ത് വന്ന് ചേർന്ന് പറഞ്ഞു തരും. ബന്ധം ലഭിക്കും. അദ്ദേഹത്തിൻ്റെ പിന്നെ ആ ശക്തിവിശേഷത്തിൻ്റെ അഭിമുഖ കാണാനുള്ള അഭിലാഷത്തോടെ പിന്നെ നമ്മുടെ ആഗ്രഹം എന്തായിരിക്കും? ആ ഉള്ളിലുള്ള ബ്രഹ്മത്തെ മനസ്സിലാക്കണം എന്നുള്ള. പിന്നെ പുറത്തുള്ള ലോകമായിട്ടുള്ള ബന്ധം പോയി.
പുറത്തുള്ള ഒന്നിലും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് ഒറ്റ ചിന്തയുള്ളൂ, ഉള്ളിലുള്ള ആ ബ്രഹ്മം എന്താണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ചിന്തയിൽ എപ്പോഴും ആ അഭിലാഷവുമായി പരിശ്രമിക്കുമ്പോൾ അവൻ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകും. അങ്ങനെ അവൻ ഉള്ളിലേക്ക് തിരിയുമ്പോൾ നമ്മൾ പുറത്തുള്ള എല്ലാം ഉപേക്ഷിക്കും. ഭാര്യയെയും മക്കളെയും ജോലിയും എല്ലാം കളയും. ദാനവും ഒന്നും പിന്നെ അവന് താല്പര്യമില്ല. അത് കളഞ്ഞ് അവൻ തൻ്റെ ഉള്ളിൽ തന്നെ ആ ബ്രഹ്മത്തെ തിരക്കിക്കൊണ്ട് പോകും. ഇനി 9 എന്താണ് പറയുന്നതെന്ന് നോക്കാം. 9 പറയാണ്, ഈശ്വരൻ സർവജ്ഞനും സർവശക്തിമാനുമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ആ നിർഗുണമായ ബ്രഹ്മമാണ് ഈശ്വരനായി മാറിയത്. നിർഗുണമായ ബ്രഹ്മത്തിന് ഒരു സ്വഭാവമില്ല, ഒരു ശക്തിയുമില്ല, ഒരു ഗുണവുമില്ല. അതിൽ നിന്നുമുണ്ടായ ആ ഈശ്വരൻ സർവജ്ഞനും സർവശക്തിമാനുമാണ്. അപ്പോൾ അതിനെല്ലാം ജ്ഞാനമെല്ലാം ഉണ്ട്. ജീവികൾ അല്പജ്ഞാനികളും എന്നാൽ അതിൽ നിന്നും ഉണ്ടായിരിക്കുന്ന നമ്മളെല്ലാം അല്പജ്ഞാനികളും അല്പശക്തിയുമുള്ളവരാണ്. അപ്പം നമുക്ക് അല്പജ്ഞാനമേ ഉള്ളൂ, അല്പശക്തിയേ ഉള്ളൂ. നമ്മൾ അഹങ്കരിക്കുന്നു നമ്മളെന്തോ ശക്തി തികഞ്ഞവരാണ്. ഒന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ആ ഈശ്വരൻ എന്നൊരു ശക്തി വിശേഷമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ പ്ലാനെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ശക്തിവിശേഷം തന്നെയാണ് നമ്മളായിട്ട് തീർന്നിരിക്കുന്നത്. അപ്പം ആ ശക്തിയുടെ ഒരു ചെറിയ അംശമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ജീവികൾ എന്താണ്? അല്പം ജ്ഞാനവും അല്പം ശക്തിയുമുള്ളവരാണ്. ഇവ കൂടാതെ മൂന്നാമതൊന്ന് പ്രകൃതിയുമുണ്ട്. അങ്ങനെയുള്ളത് മൂന്നാമതാണ് പ്രകൃതി. അപ്പം ഈ മൂന്നും കൂടിയതാണ്. ഈശ്വരനുണ്ട്, ഈശ്വരനിൽ നിന്നും പലതായി മാറിയിരിക്കുന്ന നമ്മളുണ്ട്, നമുക്കതിൻ്റെ ഒരംശം ശക്തിയേ ഉള്ളൂ, ജ്ഞാനമേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കൂടിയതാണ് ഈ പ്രകൃതിയുമുണ്ട്. ഇവർ ഭോക്താവായ ജീവാത്മാവിന് വേണ്ടി, അപ്പം ഇതിൽ നമ്മുടെ ഉള്ളിലൊരു ഭോക്താവായ എല്ലാം ഉപയോഗിക്കുന്ന ഒരു ശക്തി ഞാനെന്നൊരു ചിന്താവായുള്ള ജീവാത്മാവ്, ആ ജീവാത്മാവിന് വേണ്ടി എല്ലാ ഭോഗ്യ വസ്തുക്കളെയും തയ്യാറാക്കുന്നു. അപ്പം ജീവാത്മാവിന് വേണ്ടി, അപ്പം നമ്മൾ എന്തുണ്ട്, ഞാനെന്ന ഒരു ചിന്ത മായയാൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി, അതിന് പല ആഗ്രഹങ്ങളുണ്ട്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു നമ്മളെല്ലാം ജനിച്ചിരിക്കുന്ന ഓരോ കർമ്മം ചെയ്യാനാണ്. എന്തോ ലക്ഷ്യമുണ്ട്. ആ കർമ്മം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സുഖഭോഗ ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ പിന്നാലെ ഭോഗവസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ജീവാത്മാവിന് വേണ്ടിയാണ് എല്ലാ ഭോഗവസ്തുക്കളെയും തയ്യാറാക്കുന്നത്. ഇവയെല്ലാം അനാദിയാണ്, ആദികാലം മുതലേ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈശ്വരൻ, പരമേശ്വരൻ ഇവരെക്കാളെല്ലാം ശ്രേഷ്ഠനാണ്. അപ്പൊ ഇതിൽ തന്നെ പരമേശ്വരൻ എന്ന് പറയുന്ന ആ ശക്തി വിശേഷം അത് ഇവരെക്കാൾ, ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടെങ്കിലും പരമേശ്വരൻ എന്ന് പറയുന്ന അതിൻ്റെ അപ്പുറത്തുള്ള ശക്തി വിശേഷം ഇതിനെക്കാട്ടിയും ശ്രേഷ്ഠനാണ്. അതായത് ബ്രഹ്മം എന്ന് പറയുന്നത് തന്നെയാണ് പരമേശ്വരനായിട്ട് അവിടെ നമ്മൾ കാണേണ്ടത്. സൃഷ്ടി നടത്തുന്ന ശക്തിയുടെയും അപ്പുറമുള്ള ആ ശക്തി വിശേഷം അത് ബ്രഹ്മം തന്നെ. അത് ഇവരെക്കാട്ടെല്ലാം ശ്രേഷ്ഠനാണ്. കാരണം ആ പരമാത്മാവ് അറ്റമില്ലാത്തവനാണ്. അപ്പൊ അറ്റമില്ലാത്തവൻ എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ആ പരമേശ്വരൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തെ ഉദ്ദേശിച്ചാണ്. അതിൽ നിന്നും ഉണ്ടായ ഒരു ചെറിയ ശക്തി, അതായത് ഈശ്വരൻ. ആ ഈശ്വരനാണ് പ്രപഞ്ചമായിട്ട് മാറേണ്ട. ആ ബ്രഹ്മത്തിൻ്റെ ഒരു ചെറിയ അംശത്തിന് പ്രപഞ്ചമായി മാറാൻ തുടങ്ങി നമ്മളെല്ലാം മാറ്റി. അപ്പം അതിനു മുകളിലാണ് ആരിയിരിക്കുന്നത്? ആ പരമേശ്വരൻ ശ്രേഷ്ഠനാണ്.
പൂർണ്ണ വിശ്വം അദ്ദേഹത്തിൻ്റെ സ്വരൂപം തന്നെയാണ്. എന്നാൽ അദ്ദേഹം ആ ബ്രഹ്മം തന്നെയാണ് ഈ വിശ്വമായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ സ്വരൂപം നമുക്ക് രൂപത്തിൽ കാണാൻ പറ്റുന്നത് ഈ പ്രപഞ്ചം മാത്രമാണ്, അല്ലാതെ ബ്രഹ്മത്തെ കാണാൻ പറ്റില്ല. ബ്രഹ്മം നിർഗുണമാണ്, അതിന് അറ്റമില്ല. പക്ഷെ ആ സംഗതിയിൽ നിന്നൊരംശമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അതുകൊണ്ട് അതിൻ്റെ രൂപം ആ ബ്രഹ്മം തന്നെയായിട്ട് നമുക്ക് എടുക്കാം. അതിനാണ് നമ്മൾ വിരാട് രൂപം, വിരാട് ശരീരം എന്ന് പറയുന്നത്. അപ്പം അതാണ് വിരാട് സ്വരൂപം. അപ്പം വിരാട് സ്വരൂപം എന്ന് പറയുമ്പോൾ പരമേശ്വരനാണ്. അത് പക്ഷേ ബ്രഹ്മമല്ല. ഇത് ഭൗതിക ലോകത്തെ ഒരു വിരാട രൂപമായിട്ട് ചിത്രീകരിച്ചതാണ്. ബ്രഹ്മം നിർഗുണമാണ്. അപ്പം അത് തന്നെയാണ് പരമേശ്വരനായിട്ട് എടുത്തതും ഈ പ്രപഞ്ചമായി മാറിയത്. അപ്പം പ്രപഞ്ചം എന്ന് പറയുന്നത് അതിൻ്റെ സ്വരൂപമായിട്ട് തന്നെ വേണമെങ്കിൽ എടുക്കാം. ആ പരമാത്മാവാണ് ഈ പൂർണ്ണമായ ജഗത്തിൻ്റെ രചനയും പാലനവും സംഹാരവും നടത്തുന്നത്. ഇപ്പം സൃഷ്ടിസ്ഥിതി സംഹാരം, സൃഷ്ടിക്കുന്നതും എത്ര കാലം വരെ വേണോ അത്ര കാലം പരിപാലിച്ച്, എത്ര കാലം വരെയാണത്? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരം, ഇങ്ങനെ മനുഷ്യരിലൂടെ ഒരു നല്ല ലോകം ഉണ്ടാക്കും, പിന്നെ പൊളിക്കും, ലോകം ഉണ്ടാക്കും, പൊളിക്കും, ഇങ്ങനെ. അത് അതിൻ്റെ തീരുമാനത്തിനനുസരിച്ച് സംഹാരവും നടത്തുന്നു. എന്നാൽ വാസ്തവത്തിൽ ഒന്നും തന്നെ അത് ചെയ്യുന്നുമില്ല. യഥാർത്ഥത്തിൽ ആ ഈശ്വരനാണ്, പരമേശ്വരനാണ് ഇതെല്ലാം ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നു, നമ്മളെല്ലാം കൊണ്ടെല്ലാം കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊന്നും ചെയ്യുന്നില്ല. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പം മഹാനായ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അംബേദ്കർ അതിൻ്റെ അകത്ത് തലയിടുന്നുണ്ടോ? ഇല്ല. ആ ഭരണഘടന അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങളെല്ലാം പോകുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പം ജീവനോടെയും ഇല്ല. അദ്ദേഹം തലയിടുന്നില്ല. ഉണ്ടാക്കിയിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അതിൻ്റെ അത് കാര്യമില്ല. ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സിസ്റ്റം പിന്നെ അതുപോലെ പോകും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പരമേശ്വരൻ എന്ന ശക്തി വിശേഷമാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് അതെങ്ങനെ പോകണം എന്നെല്ലാം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോവുകയാണ്. അതിൽ അദ്ദേഹം പിന്നെ തലയിടുന്നില്ല. അതുകൊണ്ട് ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു ചുക്കും ചെയ്യാനില്ല. ഈശ്വരനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതിൻ്റെ അത് തലയിടുന്നില്ല. നമ്മളിവിടെ നേരിട്ടിട്ട് അംബേദ്കറിൻ്റെ വീടും കണ്ടെത്തിയിട്ട് അംബേദ്കറുടെ അടുത്ത് പോയിട്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ എന്തും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പറയും, അയ്യോ ഞാനല്ല ഉണ്ടാക്കിയിട്ട് കളഞ്ഞതല്ല, വേണ്ടത് ചെയ്തു കൊടുത്തു, ഇനി അതിൻ്റെ അകത്ത് എനിക്ക് തലയിടാനൊന്നും പറ്റില്ല, എനിക്ക് അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല. അതേപോലെ ഈ ഈശ്വരനെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്തു കൊടുക്കുക. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് കഷ്ടപ്പാടുമാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ നമ്മളങ്ങ് അഭിനയിച്ചു പോകും. ഒരു നാടകത്തിൽ കുഷ്ഠരോഗിയായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് വല്ല പ്രശ്നമുണ്ട്. അപ്പം ജീവിതം ഒരു നാടകമാണ്. അതങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയാണ്. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കർമ്മങ്ങൾ ചെയ്തു പോകുന്നു. അതേമാതിരി അങ്ങ് ചെയ്ത് വളരെ കൂളായിട്ട് ചെയ്തങ്ങ് പോവുക. അല്ലാതെ ആരോടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ വാസ്തവത്തിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം അതാണ് ചെയ്യുന്നുണ്ടെങ്കിലും അതതിനുള്ളൊരു വ്യവസ്ഥിതി ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാം പോയിക്കോളും. അത് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയേ അത് പോകും. അതിന് മാറ്റം ആയതില്ല. പിന്നെ അത് തലയിടില്ല. കാരണം അദ്ദേഹത്തിന് കർത്താവ് എന്ന അഹങ്കാരമില്ല. ഞാനാണ് സൃഷ്ടിച്ചത് എന്ന അഹങ്കാരം അദ്ദേഹത്തിനില്ല. ഞാനാണ് ഇതിൻ്റെ കർത്താവ് എന്ന അഹങ്കാരം അതിനില്ല. അതുണ്ടാക്കിയിട്ടു, ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടു. അതുപോലെ മനുഷ്യർ കാലാകാലങ്ങളിൽ ജനിച്ചിരുന്നു, അങ്ങനെ പോകുന്നു. അവസാനം എവിടെ എത്തുന്നു എല്ലാം അത് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെയേ പോവുകയുള്ളൂ. നമ്മളെപ്പം ജനിക്കണമെന്നും നമ്മളെന്ത് ജോലി ചെയ്യണമെന്നും എപ്പം മരിക്കണമെന്നെല്ലാം അത് ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പോകും. അതിൽ പിന്നെ അതിന് തലയിടേണ്ട ഒരു കാര്യമില്ല.
അതിനപ്പം പിന്നെ ഞാനാണ് ഇതിൻ്റെ കർത്താവ്, അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി നടക്കണം എന്നുള്ള ചിന്തയൊന്നും അതിനില്ല. ഈശ്വരനില്ല, പരമേശ്വരനില്ല. അത് മനസ്സിലാക്കുക. വെറുതെ ഈശ്വരൻ്റെ പിന്നാലെ ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം ആരെല്ലോ ഉണ്ടാക്കി വെച്ചതാണ്, അജ്ഞതയാണ്. മനുഷ്യൻ ഈ മൂന്നിൻ്റെയും അസാധാരണത്തെയും ഭിന്ന ഭിന്നതയെയും മനസ്സിലാക്കി ഇപ്പം മനുഷ്യൻ എന്ത് വേണം? ആ ഈശ്വരനാണ് ഭിന്ന ഭിന്നമായ എല്ലാ വസ്തുക്കളുമായിട്ട് മാറിയതെന്ന സത്യം മനസ്സിലാക്കണം. അത് തന്നെയാണ് എല്ലാമായി മാറിയത്. അപ്പോൾ ഞാൻ അതാണ്, ഈ ലോകത്തിലുള്ള എല്ലാം അത് തന്നെയാണ്, കല്ലും മണ്ണും എല്ലാം അത് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. അത് ഭിന്ന ഭിന്നതയിൽ വന്നിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ട് ആ ശക്തി കല്ലായിട്ട് വന്നിട്ടുണ്ട്, മാങ്ങയായിട്ട് വന്നിട്ടുണ്ട്, തേങ്ങയായിട്ട് വന്നിട്ടുണ്ട്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലായിട്ട് വന്നതും അത് തന്നെ. പേരിൽ നേരത്തെ പറഞ്ഞത് നാമവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ്. പല പേരിൽ അത് ഇതുമെല്ലായിട്ട് അത് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കി അദ്ദേഹത്തെ ബ്രഹ്മമായി കണ്ടുകൊണ്ട് അതിനെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ആ ബ്രഹ്മമാണ് എന്ന സത്യം മനസ്സിലാക്കി അതിനെ പ്രാപിക്കുവാൻ വേണ്ടി ഈ എല്ലാറ്റിൻ്റെയും യജമാനൻ അദ്ദേഹമാണെന്ന് ഗ്രഹിക്കുവാൻ ശ്രമിക്കണം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം, അതാണ് നേരത്തെ നമ്മൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര പട്ടി പൂച്ച എല്ലാം, അതെല്ലാം അദ്ദേഹമാണ്. അതിൻ്റെ എല്ലാ യജമാനനും അതിനെ എല്ലാം നിയന്ത്രിച്ചിട്ട് എന്ത് അവർ ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്ന യജമാനൻ അദ്ദേഹമാണെന്ന് മനസ്സിലാക്കി ആ സത്യം അവൻ മനസ്സിലാക്കുമ്പോൾ അവൻ എന്തായിത്തീരും? എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകും. ഇപ്പോൾ നമ്മളിന്ന് പറയുന്ന ആത്മീയവാദികൾ എന്നെല്ലാം പറയുന്നത് അവർ ജാതി മത വ്യത്യാസങ്ങൾ വെച്ച് പരസ്പരം തല്ലുകയാണ്. അതുകൊണ്ടാണ് അവർ തന്നെ പറയുന്നത് എന്നെ തൊട്ടുകൂടാ, തൊട്ട് കഴിഞ്ഞാൽ ദേവൻ അശുദ്ധിയായി പോകുന്നു. അവർക്കെന്ത് മനസ്സിലാകുന്നില്ല? ഇതെല്ലാം ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആർത്തവമുള്ള സ്ത്രീനെ കാണുമ്പോൾ എന്തെല്ലോ ആയിപ്പോകുന്നതാണ് വിചാരിച്ചു വെച്ചത്, അശുദ്ധിയായി പോകുന്നത്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? എല്ലാം ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ലെവലിലേക്ക് അവർ വളരുന്നില്ല. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? എല്ലാ ബന്ധങ്ങളിൽ നിന്നും അവർ മുക്തനാകും. പിന്നെ അവർക്ക് ഈ ലോകത്തിലുള്ള ജനങ്ങളുമായിട്ട് ബന്ധമില്ല. അപ്പം യഥാർത്ഥത്തിൽ ആ ബ്രഹ്മജ്ഞാനം സനാതന ധർമ്മം മനസ്സിലാക്കുന്നവര്, സനാതനമായ ശക്തിവിശേഷത്തെ മനസ്സിലാക്കുന്നവര് പിന്നെ ബന്ധനത്തിലകപ്പെടില്ല. ഞാൻ, എൻ്റെ ജോലി, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഈ ചിന്ത, എൻ്റെ സ്വത്ത്, ഇതൊന്നും ചിന്തിക്കാതെ ആർത്തവുള്ള സ്ത്രീ മറ്റേ സ്ത്രീ ഒന്നുമല്ല, അവനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്, അത് കാട്ടിക്കൂട്ടുന്ന ഒരു കളിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ബ്രഹ്മത്തിൻ്റെ നേരെ തിരിയും. ഇതെല്ലാം ബന്ധങ്ങൾ തകർന്നു പോകും. പിന്നെ അവന് ബന്ധമില്ല, ആരുമായിട്ട് ഒരു ബന്ധവും അവനുണ്ടാവില്ല, ഒരാളുമായിട്ട് പ്രഭാഷണത്തിനൊന്നും അവൻ പോകില്ല. അപ്പം ഇതാണ് ശരിയായ വേദം പറയുന്ന സത്ത. അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് പിന്നെ തൊട്ടുകൂടാതെ നീട്ടിക്കൂടാതെ മറ്റേ ഇങ്ങനത്തെ ചിന്തയൊന്നും വരില്ല. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ പറ്റും. അവർക്ക് പിന്നെ ജാതി മത ചിന്താഗതികൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇതാണ് ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്ന തത്വം. ഇനി 10ലേക്ക്. പ്രകൃതിയാകട്ടെ പരിവർത്തനത്തോടു കൂടിയതും. ഈ പ്രകൃതി എപ്പോഴും പരിവർത്തനത്തിന് ഫലമാണ്. പ്രകൃതിയിൽ മാറ്റങ്ങൾ നമുക്കറിയാം. നമ്മൾ ജനിച്ചപ്പോഴുള്ള പ്രകൃതിയാണ് ഇപ്പം കാണുന്നത്. അത് മാറി മാറി പുരോഗമിച്ച് പോവുകയാണ്. ചെറുതിലുള്ള കാലഘട്ടത്തിലുള്ള പ്രകൃതിയല്ല, ലോകം എത്രമാത്രം മാറിപ്പോയി. അങ്ങനെ പുരോഗമിച്ചത് പോവുകയാണ്. അതിനെ പിടിച്ചു വെക്കാനൊന്നും നമുക്ക് പറ്റില്ല. ആ പുരോഗതി നമ്മളിലൂടെയെല്ലാം സാധിപ്പിച്ചെടുത്തിരിക്കുന്നത്, നമ്മളെ കൊണ്ട് പണിയേൽപ്പിച്ചിട്ട് തന്നെയാണ് സാധിപ്പിച്ചെടുത്തിരിക്കുന്നത്. വിനാശ സ്വഭാവത്തോടു കൂടിയതാണ്. കുറേ അങ്ങോട്ടെത്തുമ്പോൾ അത് നശിക്കുകയും ചെയ്യും. പ്രളയത്തിലൂടെ നശിച്ചിട്ട് പിന്നെ ആദ്യം ഒന്നേന്ന് തുടങ്ങുകയും ചെയ്യും. ഇതിൻ്റെ ഭോക്താവായ ജീവാത്മാവ്, ജീവസ്വമൂഹം,
ഇതിൻ്റെ ഭോക്താവായ ജീവസമൂഹം എന്ന് പറഞ്ഞാൽ ജീവാത്മാവ്, എന്നിലെ ജീവാത്മാവ്, മറ്റേലെ ജീവാത്മാവ്, ഇതെല്ലാം ഇതിൻ്റെ ഭോക്താവാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അനുഭവിക്കുന്നതും ആര് തന്നെയാണ്? ലോകം പുരോഗമിച്ചാൽ അനുഭവിക്കുന്ന ആര് തന്നെയാണ്? നമ്മുടെ ജീവാത്മാവ് തന്നെയാണ്. ജീവാത്മാവാണ് ഞാൻ, അല്ലാതെ ഈ ശരീരമല്ല. ജീവാത്മാവ്, ആ ജീവാത്മാവ് അവിനാശ സ്വഭാവത്തോടു കൂടിയാണ്. അതിന് മരണമില്ല, അതിന് മരണമില്ല. ഈ ശരീരം എടുത്ത് കളയുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വേറൊരു പിതൃലോകം എന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോഴുള്ള അവസ്ഥക്കാണ് പിതൃലോകം എന്ന് പറയുന്നത്. അവിനാശ സ്വഭാവത്തോടു കൂടിയാണ്. ശരീരം ലഭിക്കുന്നതും ശരീരം ക്ഷയിക്കുന്നതും ചേതനയുള്ള ജീവാത്മാവ് അക്ഷതവുമാണ്. ശരീരം നശിച്ചു പോകും, പ്രകൃതി നശിച്ചു പോകും. പക്ഷേ ഞാനെന്ന ഒരു ഇതുണ്ടാക്കുന്ന ഒരു ചേതനയുണ്ടല്ലോ, ആ ജീവാത്മാവ് എന്ന് തന്നെ പറയാം, അതെപ്പോഴും നിലനിൽക്കുന്നതാണ്. ഞാനെന്ന ആ സംഗതി ഞാനെന്ന രൂപത്തിലല്ല, ബ്രഹ്മം എന്ന രൂപത്തിൽ അത് നിലനിൽക്കും. ബ്രഹ്മത്തിൻ്റെ അംശം എന്ന നിലയിൽ, അത് പ്രമോദം എന്ന നിലയിലല്ല. പ്രമോദം എന്നുള്ളത് പേരിലോട്ട് ഇവിടെ വരുമ്പോഴുള്ളതാണ്. അത് മായയിൽ അകപ്പെട്ടുണ്ടായതാണ്. എല്ലാതും അതിൻ്റെ പിന്നിലുള്ള ആ ജീവാത്മാവ് അത് വേറൊരു ശക്തി. പട്ടിയിൽ കയറുമ്പോൾ ഞാനെന്നത് എനിക്ക് പട്ടിയായിട്ട് തോന്നും, അത്രയേ ഉള്ളൂ. അതാ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചിന്ത ഉണ്ടാകുന്നത്. ഞാൻ പാമ്പിലാണെങ്കിൽ എനിക്ക് പാമ്പാണെന്ന് തോന്നും, മനുഷ്യനിലാണെങ്കിൽ മനുഷ്യനാണെന്ന് തോന്നും. പക്ഷെ ആ ജീവാത്മാവ് അതങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബ്രഹ്മത്തിൻ്റെ അംശം തന്നെയാണ്. രണ്ടിൻ്റെയും തത്വത്തിൽ പരമാത്മാവ് ഭരണം നടത്തുന്നു. ഇത് രണ്ടിനെയും തത്വത്തിൽ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ആ പരമാത്മാവ് എന്ന പ്ലാനാണ്, പ്രപഞ്ചത്തിൻ്റെ പ്ലാനാണ്. അദ്ദേഹം തന്നെ തന്നെ അറിയുന്നതിനെ പ്രാപ്തമാക്കുന്നു. അപ്പൊ അത് സമയത്തുമ്പോൾ അത് തന്നെ തന്നെ അതിനെ തന്നെ അറിയുവാൻ നമ്മളെ പ്രാപ്തമാക്കും. അതിന് കൃപ തോന്നുമ്പോൾ നമുക്ക് ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാം. എന്നെ കൊണ്ട് ഉള്ളിൽ ഇരുന്നു കൊണ്ട്, എല്ലാവരുടെയും ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന ആ ശക്തി വിശേഷത്തെ മനസ്സിലാക്കുവാൻ പ്രാപ്തമാക്കും. അതെപ്പോഴേ തോന്നുകയുള്ളൂ? കൃപ തോന്നിയാൽ. നമ്മളോട് അങ്ങനെ പ്രത്യേക ഒരു കൃപ തോന്നുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാരുമായിട്ട് ഒരു വിചാരവും ഇല്ല. പിന്നെ എങ്ങനെയാണ് കൃപ തോന്നുക എന്ന് പറഞ്ഞാൽ? നമ്മളെ ജോലി തീരുമ്പോൾ, നമ്മൾ ജനിച്ചതിൻ്റെ ലക്ഷ്യമല്ല നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ജന്മത്തിൽ നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ നമ്മളോട് കൃപ തോന്നി എന്ന അർത്ഥം അത്തരത്തിലെടുത്താൽ മതി. അപ്പോൾ നമ്മളെന്ത് വേണം? അദ്ദേഹത്തെ തത്വത്തോടു കൂടി ഗ്രഹിക്കണം. അപ്പോൾ നമ്മൾ അതിനെ എന്താണെന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കും. നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളതിനെ മനസ്സിലാക്കും. അപ്പം നമുക്ക് ഈ ലോകത്തോടുള്ള വിരക്തി ഉണ്ടാകും. അതിനായി അദ്ദേഹത്തെ നിരന്തരം ധ്യാനിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും? പിന്നെ എപ്പോഴും എവിടെയെങ്കിലും അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കും. അതാണ് ഭ്രാന്തന്മാരെ പോലെ നടക്കുന്നതെന്നെല്ലാം പണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ അവസ്ഥ എത്തുമ്പോൾ അവരതിനെ തന്നെ, പിന്നെ ഈ ലോക കാര്യത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല, അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നടക്കും. രാവും പകലും അദ്ദേഹത്തിൽ മനസ്സർപ്പിച്ച് അദ്ദേഹത്തിൽ തന്നെ തന്മയീഭവിക്കുവാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൽ തന്നെ പോയി ലയിക്കുവാൻ ശ്രമിക്കുന്നു. അപ്പം രാത്രിയും പകലുമെന്നൊന്നുമില്ല, അദ്ദേഹത്തെ തന്നെ ചിന്തിച്ച് അങ്ങനെ അങ്ങ് ബാക്കിയുള്ള ജീവിതം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തെ അവൻ പ്രാപിക്കുന്നു. അപ്പോൾ മാത്രമാണ് അവൻ്റെ മായ അകലുന്നത്. ഞാൻ എന്ന ചിന്തയല്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇല്ലാതായത്. ഞാൻ ബ്രഹ്മമാണ് എന്നൊരവസ്ഥയിലേക്ക് അതെത്തും. ഞാൻ പ്രമോദാണെന്നോ അത് മറ്റേതാണെന്നോ അത് പട്ടിയാണെന്നോ അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടാവില്ല. എല്ലാം ബ്രഹ്മമയം. ഇനി 11 അങ്ങനെ പരമാത്മാവിനെ ധ്യാനിച്ച് അദ്ദേഹത്തെ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ
മനസ്സിൽ ചിന്തിച്ചിട്ട് ആ പരമാത്മാവിനെ മനസ്സിലാക്കുമ്പോൾ അവൻ്റെ എല്ലാ ബന്ധങ്ങളും നശിച്ചു പോകുന്നു. അങ്ങനെ അവൻ ബ്രഹ്മത്തിലേക്ക് ലയിക്കുമ്പോൾ, അതിനെ തന്നെ ചിന്തിച്ച് മനസ്സതിൽ തന്നെ അർപ്പിച്ചിരിക്കുമ്പോൾ ഇപ്പുറത്തുള്ള ഭൗതിക ലോകത്തിലെ ബന്ധങ്ങളെല്ലാം മുറിയും. പിന്നെ ഭാര്യയില്ല, മക്കളില്ല, ജോലിയില്ല, ഒന്നുമില്ല, എല്ലാം മുറിയും. ഈ മുറിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നടക്കുകയുള്ളൂ. അവരിലാണ് അങ്ങനെ പറയുന്ന വല്ലവരും ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ഗുരുവായിട്ട് സ്വീകരിക്കാം, കുഴപ്പമില്ല. ഈ ജീവിതത്തിന് അർത്ഥമൊന്നുമില്ല, ഇതെല്ലാം മിഥ്യയാണ്, ഇത് മറ്റേ രാഷ്ട്രീയവും ജാതിയും മതം ഇതെല്ലാം പറഞ്ഞ് നടക്കുന്നത് മിഥ്യയാണ്, നമ്മൾ ഇതിൽ നിന്നെല്ലാം വിട്ടിട്ട് പോകണം എന്ന് ഏതെങ്കിലും ഒരു ഗുരു പറയുന്നുണ്ടെങ്കിൽ അത്തരം ഗുരുക്കളെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് വേണ്ടിക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാം. കാരണം അവൻ അവിദ്യ അതുവരെ അപ്പോൾ എന്ത് പറ്റും? അവൻ്റെ അവിദ്യ അതുവരെ അവനിൽ അവിദ്യ ഉണ്ടായിരുന്നത് അത് പോകും. രാഗം, ഞാനെന്ന അഹങ്കാരം, ദ്വേഷം, മരണഭയം ഇവ എല്ലാം നശിച്ചു പോകും. അപ്പോൾ അവൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല, ഞാനെന്ന ചിന്ത പോലും ഉണ്ടാവില്ല. പിന്നെ ജനന മരണമില്ല, അവന് ജനനവുമില്ല മരണവുമില്ല, അവൻ ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. ഇനിയുള്ള ജന്മത്തിലൊന്നും അവന് ജോലി ചെയ്യാനില്ല, അതുകൊണ്ട് അവന് ജനിക്കേണ്ട ആവശ്യമോ ഇല്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അവൻ അകന്നു, അതെല്ലാം അടക്കപ്പെട്ടു. പിന്നെ അവൻ ഈ ലോകത്തിൽ ആരുമായിട്ട് ഒരു ബന്ധനവുമില്ല. ഭൗതിക ലോകത്തിലാണ് സമൂഹ ജീവിയാണ്, മനുഷ്യരെല്ലാവരും കൂട്ടുകൂടിയിട്ട് വേണം കർമ്മം ചെയ്യാൻ. അവന് ഒരു കർമ്മമില്ലെങ്കിൽ പിന്നെ ആരുമായിട്ട് സഹകരിക്കാനാണ്? അതിൻ്റെ ആവശ്യമില്ല, എല്ലാം പോയി. പിന്നെ ആത്മീയ പ്രഭാഷണത്തിനൊന്നും കയറി ഇങ്ങോട്ട് വരില്ല. അങ്ങനെ വല്ലവരും ആത്മീയ പ്രഭാഷണം നടക്കുന്നുണ്ടെല്ലാം അവർ ശുദ്ധമായ നമ്മളെപ്പോലെയുള്ള വാരടിക്കുന്ന ആൾക്കാരാണെന്ന് ധരിച്ചാൽ മതി. എവിടെയെല്ലാം എന്തെല്ലാം കേൾക്കുക, വേദത്തിൽ കാണുന്നു, ഉപരിടത്തിൽ കാണുന്നു, ഇടക്കിടത്തിൽ ഇങ്ങനെ അടിച്ചു വിടുന്നതായിട്ട് കണ്ടാൽ മതി. അല്ലാതെ അവരൊന്നും ആത്മീയ സനാതനം എന്നൊന്നും പറഞ്ഞിട്ട് പോകേണ്ട കക്ഷികളല്ല. എവിടെ പുസ്തകത്തിൽ എന്തെല്ലോ കാണുന്നു അത് വായിക്കുന്നു, അതുമാതിരി അടിച്ചു വിടുന്നു എന്ന നിലയിൽ കണ്ടാൽ മതി. അല്ലാതെ അവരിലൊന്നും ആത്മീയത ദർശിക്കരുത്. നമ്മളീ പറയുന്ന ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് അതിനുള്ള അർഹതയുള്ളവരാണ് എന്നൊന്നും ധരിക്കരുത്. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റുള്ളവരെയെല്ലാം പിടിച്ചിരുത്തിയിട്ട് വല്ല പ്രഭാഷണവും നടത്തി ആശീർവദിക്കുകയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം ശുദ്ധമായ നമ്മളെ പോലെയുള്ള വ്യക്തികളാണ്. പലതരം നാടകങ്ങളിങ്ങനെ അഭിനയിച്ചു കൂട്ടുന്നു. യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിൽ ലയിച്ചവനാണെങ്കിൽ അവൻ്റെ പൊടി ഇവിടെ കിട്ടില്ല. അവന് ഒരു ബന്ധങ്ങളുമില്ല. അതാണ് അവൻ ആരുമായിട്ടൊരു ബന്ധവുമില്ല. അതാണ് സനാതനധർമ്മം പറയുന്ന ആത്മീയതയിലേക്ക് ഉയരുന്നവൻ്റെ ലക്ഷണം. ആ ലക്ഷണം തിരിച്ചറിയണം. ഈ ലോകമായിട്ട് ഒരുന്നുമായിട്ട് ബന്ധമില്ലാതെ വല്ലവനും ഭ്രാന്തനെ പോലെ നടക്കുന്നുണ്ടെങ്കിൽ അവനിൽ നമ്മൾ ആ ശക്തി, ആ സനാതനധർമ്മത്തിൽ പറയുന്ന ആ ബ്രഹ്മസാക്ഷാത്കാരത്തിന് നീങ്ങുന്ന വ്യക്തിയെ നമ്മൾ അവനിൽ ദർശിക്കണം. അവൻ ത്രിലോകത്തിൻ്റെയും ഉയർന്ന ത്രിലോകങ്ങൾ, ഭൂമി, സ്വർഗം, പാതാളം, ഇങ്ങനെ 3 ലോകങ്ങളുണ്ടല്ലോ. ഈ ലോകത്തിലെ സ്വർഗത്തിൻ്റെയും അപ്പുറമുള്ള ബ്രഹ്മലോകത്തെയും വരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ത്യജിച്ചിട്ട് അവന് പിന്നെ ഈ സ്വർഗലോകമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ബ്രഹ്മലോകം വരെയുള്ള എല്ലാ ഭൗതിക സുഖങ്ങളെയും അവൻ ത്യജിച്ചിട്ട് കൈവല്യത്തെ പ്രാപിക്കുന്നു. അതായത് ബ്രഹ്മസാക്ഷാത്കാരം നേടും. അവന് പിന്നെ ഈ ലോകത്തിലുള്ള ഒരു സുഖ സൗകര്യവും അവന് വേണ്ട. കാരണം പിന്നെ യാതൊരുവിധ അഭിലാഷങ്ങളും അവനിൽ അവശേഷിക്കുന്നില്ല. പിന്നെ അവന് ഒരു അഭിലാഷവുമില്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടണമെന്ന ചിന്ത പോലും അവനില്ല. ആ അവസ്ഥയിലെത്തുന്നവന് എനിക്ക് ഇനിയൊന്ന് ബ്രഹ്മസാക്ഷാത്കാരം നേടണം, ആ ചിന്ത പോലും അവനുണ്ടാവില്ല.
കാരണം എല്ലാ അഭിലാഷങ്ങളുടെയും ഫലം അവൻ പ്രാപിച്ചു കഴിഞ്ഞു. ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചമെല്ലാമായി മാറിയത്. പിന്നെ അവനെന്തിനാ ഇനി ഒരു പ്രത്യേകം അതിൻ്റെ ഏതെങ്കിലും ചെറിയ ഭാഗം എന്തിനാ? അവൻ തന്നെ ബ്രഹ്മമായി മാറി. ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചമെല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ അവൻ ഇതിൻ്റെ അകത്തുള്ള ചെറിയ മാങ്ങയും തേങ്ങയെല്ലാം എന്തിനാണ്? അതിൻ്റെ ഒന്നും ആവശ്യം അവന് ഇല്ല. അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിലെ വഴിയും ഇതിലേക്കുള്ള വഴിയും അത് നേടിയാലുള്ള ഫലവുമാണ് വളരെ വ്യക്തമായിട്ട് വിവരിച്ചു തന്നിരിക്കുന്നത്. പക്ഷെ ഒന്നോർക്കണം, ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല. നമ്മളെ കർമ്മങ്ങൾ തീരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അവസ്ഥയിലേക്ക് എത്തും. എല്ലാവരെല്ലാം പോയി അവനവൻ്റെ ജോലി ചെയ്യുക. ആർക്ക് വേണ്ടി എന്ന നിലയിൽ ചെയ്യണമെന്ന് ഗീത ഉപദേശിക്കുന്നു. എല്ലാം ആ ശക്തിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്നല്ല, എനിക്ക് എൻ്റെ കുടുംബത്തിന് ആ നിലയിലല്ല. നിസ്വാർത്ഥ കർമ്മം ചെയ്യുക ലോക പുരോഗതിക്കായിട്ട്. അതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വഴി. എല്ലാം എനിക്ക് എന്ന് പറഞ്ഞാണ് നടക്കുന്നുണ്ടെങ്കിൽ കഷ്ടപ്പാടും ദുരിതവും അല്ലാതെ ഒരിക്കലും സമാധാനം കിട്ടില്ല എന്ന് ഉപനിഷത്തുക്കളെല്ലാം പറയുന്നു. ജീവിതത്തിൽ സുഖം കിട്ടില്ല. എപ്പോഴെങ്കിലും ഒന്ന് കിട്ടിപ്പോയാൽ അടുത്ത നിമിഷം വേറെ ആഗ്രഹം വന്ന് അതിൻ്റെ പിന്നാലെ ഓടും. അങ്ങനെ ചെറുപ്പത്തിൽ എനിക്ക് 1-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് അന്നത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു ജോലിയെല്ലാം കിട്ടിയിട്ട് 1 കിലോ വലിയ പാക്കറ്റിൽ ലഡു വാങ്ങിയിട്ട് ഒന്നിച്ച് തിന്നണം. ഏതോ ചെറുതിൽ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ലഡു. പക്ഷേ എൻ്റെ ജീവിതത്തിലടക്കം 1 പാക്കറ്റ് ലഡു വാങ്ങിയിട്ട് ഞാൻ തിന്നിട്ടുമില്ല. കാരണം ജോലി കിട്ടുമ്പോഴേക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ കുറേ പ്രായം കഴിയുമ്പോൾ പിന്നെ പ്രമേഹവും മറ്റേ ഇതെല്ലാം വരുമല്ലോ. ഇപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, ഇത് ഓരോ വ്യക്തിക്കും ഉണ്ടാവും. ചെറുതിൽ ചില ആഗ്രഹങ്ങളുണ്ട്, അത് നമ്മുടെ മനസ്സിലുണ്ടാവും. ഇത് എൻ്റെ മനസ്സിൽ ഇന്നും കിടക്കുന്നതാണ്. ഒരു കാലത്ത് എൻ്റെ ആഗ്രഹമായിരുന്നു. വീട്ടിൽ നിന്ന് കുറേ തരൂല്ലല്ലോ, തരുന്നതിൻ്റെ ഒരു കണക്കില്ലേ. അപ്പോൾ ആഗ്രഹമാണ് ജോലി കിട്ടിയിട്ട് 1 പാക്കറ്റ് ലഡു വാങ്ങിയിട്ട് തിന്നണം ഒന്നിച്ച്. ജോലി കിട്ടിയാൽ ആഗ്രഹമുണ്ടോ? ഒരാഗ്രഹമില്ല. അങ്ങനെ ഒരു ലഡു ഒന്നിച്ച് വാങ്ങിയിട്ട് തിന്നിട്ടേ ഇല്ല. അതിൻ്റെ ആഗ്രഹവും ഇല്ല. അപ്പം അങ്ങനെ ആഗ്രഹങ്ങൾ ഓരോ കാലത്ത് ഓരോന്ന് തോന്നും. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും എന്നല്ലാതെ കിട്ടേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്കതെല്ലാം പിന്നെ വേണ്ടാന്നാവും. പിന്നെ നമുക്ക് വേറെ വല്ല ചിന്തയായിരിക്കും. കിട്ടാത്തതിൻ്റെ പിന്നാലെയാണ് നമ്മൾ ഓടി നടക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ ഒന്ന് സത്യമാണ്, മനുഷ്യന് കഷ്ടപ്പാടാണ്. ഈ ലോകത്തിൽ കഷ്ടപ്പാടില്ലാത്ത ഒരൊറ്റ മനുഷ്യനില്ല. അവനും ഒരാൾക്കും സുഖം കിട്ടില്ല എന്ന് ഉപനിഷത്തുക്കളെല്ലാം എടുത്തു പറയുന്നു. ഭഗവത്ഗീതയായാലും ഭാഗവതമായാലും എല്ലാം ഇത് തന്നെയാണ് പറയുന്നത്, കിട്ടില്ല. അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് പലതിൻ്റെ പിന്നാലെ ഓടി നടക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ അതിലൊന്നും ഓടി നടന്നിട്ടൊന്നും മാറാനും പോകുന്നില്ല. കാരണം അത് പറഞ്ഞു തന്നിട്ടുണ്ട്, ഈശ്വരൻ ഇതിലൊന്നും തലയിടുന്നില്ല. അതെല്ലാം ചെയ്തു വെച്ചാൽ അത് തന്നെയാണെങ്കിലും ഈ കാര്യത്തിലൊന്നും അത് തടയിടില്ല. പിന്നെ നമ്മൾ ഈ ആരാധിക്കുന്നതിനും ദേവതകൾ എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള 33 കോടി വസ്തുക്കളാണ്. അതെല്ലാം അഗ്നിയെല്ലാം ദേവതയൊന്നുമല്ല. അഗ്നി എന്ന് പറഞ്ഞാൽ സയൻസ് പഠിക്കുന്ന അഗ്നി തന്നെ. ജലം എന്നാൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. അതെല്ലാം ഓരോ ആൾ അവരവരുടെ ജോലി ചെയ്ത് പോവുകയാണ്. സൂര്യൻ രാവിലെ ഉദിക്കും, മറ്റേത് വന്നിട്ട് പോകും. അതിനൊന്നും ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. വെള്ളത്തെ ആരാധിച്ച കുഴപ്പമൊന്നുമില്ല. വെള്ളത്തെ ആരാധിച്ച അതാണ് കൃഷ്ണൻ പറഞ്ഞത്, നീ ആ പർവ്വതത്തെ ആരാധിച്ചാൽ മതി, ഇന്ദ്രനൊന്നും ആരാധിക്കേണ്ട പർവ്വതത്തെ. കാരണം എന്തുകൊണ്ട് നിന്റെ പശുക്കൾക്ക് പുല്ല് തരുന്നത്. വെള്ളത്തെ ആരാധിച്ചാൽ ക്ഷീണം വരുമ്പോൾ, ബോധം കെടുമ്പോൾ വെള്ളം കുടിച്ചാൽ രക്ഷപ്പെടും. ഭക്ഷണത്തെ ആരാധിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ആയുധങ്ങളെ ആരാധിച്ചോളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ മൊബൈലിനെ ആരാധിച്ചോളൂ. അല്ലെങ്കിൽ ഇത് എനിക്ക് ഈ വാരക ഇങ്ങനെ അടിക്കാൻ പറ്റും, ഇതില്ലെങ്കിൽ. അപ്പം ഇനിയെല്ലാം ആരാധിക്കും. ഇതെല്ലാം ദേവതകളാണ്. അല്ലാതെ കാണാതെ ഏതോ ഒന്നിനെ എല്ലാം ആരാധിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇതുകൊണ്ട് കിട്ടുന്ന എന്താണ്? ഈ കിട്ടുന്ന തന്നെ അത് സയൻസിലോട്ട് കിട്ടുന്ന ഒരു ഇതാണ്. അല്ലാതെ വേറെ ഇതിന് നേരിട്ട് എനിക്കൊന്നും ചെയ്തു തരാമെന്നൊന്നും പറ്റില്ല. മൊബൈൽ എൻ്റെ ജോലി ഇതാണ്,
അത് ഞാൻ ചെയ്തു തരാം. അതിൻ്റെ മുമ്പിൽ പറയുമ്പോൾ അതതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോയിലാക്കിയിട്ട് മാറ്റും. അത്ര തീർന്നു. അതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമ്മളെ ഒരു ദേവതക്കും നമ്മളെ അതിന് ചെയ്യേണ്ട ധർമ്മം അത് ചെയ്തു തരും. വെള്ളത്തിൻ്റെ ധർമ്മം എനിക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ഷീണം തീർത്ത് തരും. അല്ലാതെ ആടെ പാത്രത്തിൽ വെച്ചിട്ട് എൻ്റെ ക്ഷീണം തീർക്കുന്ന വെള്ളമൊന്നും ചെയ്യില്ല. അതെടുത്ത് കുടിക്കുക തന്നെ വേണം. അല്ല അതുമാതിരി ഏതെങ്കിലും ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞോണ്ടൊന്നും കാര്യമില്ല. അഗ്നി കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ചോറ് താന്ന് പറഞ്ഞാൽ അഗ്നി ചോറൊന്നും തരില്ല. അഗ്നി എടുത്തിട്ട് അടുപ്പിൻ്റെ അടിയിൽ കൊടുക്കണം. എന്നിട്ട് മുകളിൽ അരിയും വെള്ളം ഇടണം. അപ്പോൾ അത് ചോറാക്കി തരും. അല്ലാതെ അഗ്നീൻ്റെ ദേവനായി കണ്ടുകൊണ്ട് ഒരു ബിംബെല്ലാം ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വയറ് നിറച്ചാന്ന് പറഞ്ഞാൽ ഒരു വയറും നിറയാൻ പോകുന്നില്ല. അപ്പം ഇതിനെല്ലാം ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജീവിതം വളരെ ലൈറ്റായിട്ട് നമ്മൾ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ നമ്മൾ അഭിനയിച്ച് നമ്മുടെ ജീവിതം തീർക്കും. അപ്പോൾ നമുക്ക് അധികം വിഷമങ്ങളൊന്നും തോന്നില്ല. കാരണം നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് വിഷമമൊന്നും തോന്നില്ല. എന്ത് റോൾ എടുത്താലും ജീവിതത്തിലും അതേമാതിരിയായിട്ട് മാറും.